പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയിൽ ഹൈവിഷൻ്റെ വിഷു സ്പെഷ്യൽ നാടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മുടെ പല ആചാരങ്ങളും ആഘോഷങ്ങളും വിസ്മൃതിയിലാണ്ടു പോവുകയോ അവയുടെ രീതികൾക്ക് മാറ്റം വരികയോ ചെയ്തിട്ടുണ്ട്. കാലം എത്ര തന്നെ പോറലേൽപ്പിച്ചാലും വിഷു നമുക്കൊരു വികാരമാണ്. വിഷു കണിയും വിഷു കൈനീട്ടവും വിഷു പടക്കങ്ങളും വിഷു സദ്യയും വിഷു കോടിയുമൊക്കെ നാമാവശേഷമാകാതെ ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ. പുതിയ തലമുറ അത് ആഘോഷിച്ചു തീർക്കുമ്പോൾ പഴയ തലമുറയുടെ മനസ്സിൽ ഓരോ വിഷുവും കൊണ്ടുവരുന്നത് ഗൃഹാതുരതയുടെ ഓർമ്മക്കൊന്നകളാണ്. പഴയ വിഷു അനുഭവങ്ങളും വിഷു ഓർമ്മകളും പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ വിഷു സ്പെഷ്യൽ നാടകത്തിൽ ചിലർ. വിഷു എന്ന് പറഞ്ഞാൽ തുല്യമായ ദിവസം, അതായത് രാവും പകലും തുല്യമായ ദിവസം. കൃഷിയോടനുബന്ധിച്ചിട്ടാണ് ഓണവും വിഷുവും ആഘോഷിക്കുന്നത്. നമ്മൾ കുറേ ഐതിഹ്യങ്ങളിലുണ്ട്. പ്രധാനമായി രണ്ടെണ്ണം. ഒന്ന്, കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസം, ആ ആഘോഷമാണ് വിഷു. രണ്ടാമത്തേത് രാവണനെ തോൽപ്പിച്ച ദിവസം, അല്ലെങ്കിൽ രാവണനെ വധിച്ച ദിവസം. അതുവരെ സൂര്യനെ നേരെ ഉദിക്കാൻ വിടയില്ല രാവണൻ. തൻ്റെ കൊട്ടാരത്തിലേക്ക് സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ട് പ്രയാസപ്പെട്ടിട്ട് നേരെ ഉദിക്കാൻ വിടൂല. അപ്പോൾ രാവണനെ കൊന്നപ്പോൾ സൂര്യന് സന്തോഷമായി, സന്തോഷത്തോടെ ഉദിച്ചു. അങ്ങനെ രാവും പകലും തുല്യമായി. അതാണ് രണ്ടാമത്തെ ഐതിഹ്യം. ഇന്നത്തെ പോലെ ഡിജിറ്റൽ വിഷു അല്ല. ഇന്നിപ്പം കൈനീട്ടെല്ലാം ഡിജിറ്റലായി മാറി. ഓൺലൈനിലാണ് ഇപ്പം അയച്ചു കൊടുക്കുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് നാണയങ്ങളെ കൊടുക്കാനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ വിഷുവിന് 2 ദിവസം മുമ്പേ തിരക്കാക്കും. കൊന്നപ്പൂ പറിക്കാനും മാങ്ങ കൊലയോടെ പറിക്കാനും ചക്ക പറിക്കാനും ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും ഞാൻ എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങും. പ്രധാനമായും വിഷുവിന് കണിയൊരുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കൈനീട്ടം കൊടുക്കുക. മൂന്നാമത് സദ്യ. കണിയൊരുക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള പ്രായമായ സ്ത്രീ ആയിരിക്കും, അതായത് അമ്മമ്മയോ അച്ചമ്മയോ അങ്ങനെയുള്ളവരാണ് കണിയൊരുക്കുക. അരിയും നെല്ലും പകുതി നിറക്കുക, അതായത് അക്ഷതം. അത് നിറച്ചിട്ട് അതിൽ പൊന്ന്, പുടവ, വാൽക്കണ്ണാടി, പിന്നെ സ്വർണം, നാണയം, ചക്ക, മാങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് കാണുന്നതാണ് കണി. അത് ധാന്യം, ഫലങ്ങൾ, അതുപോലെ നിറവിളക്ക്, അതായത് 5 തിരിയിട്ടിട്ടാവാം 7 തിരിയിട്ടിട്ടാവാം, അങ്ങനെ നിറഞ്ഞു കത്തുന്ന വിളക്ക്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐശ്വര്യമാണ് വിഷുവിൻ്റെ പ്രധാനമായ കാര്യം. രണ്ടാമത് കൈനീട്ടം കൊടുക്കലാണ്. കൈനീട്ടം തരുവാന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർ തൻ്റെ താഴെയുള്ളവർക്ക്, മൂത്തവർക്ക് കൊടുക്കില്ല. ഇപ്പം മൂത്തവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പണ്ട് പക്ഷേ മൂത്തവർക്ക് കൊടുക്കില്ല, തൻ്റെ ഇളയവരിക്കാന്ന് കൊടുക്കുക. അത് ആ വർഷം മുഴുവനും സമ്പാദ്യം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ വിഷുവോടനുബന്ധിച്ചിട്ട് ആചാരങ്ങളുണ്ട്. ചാല് കീറൽ, കൈക്കോട്ട് ചാല് കീറുക, വെട്ടുകരി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചാല് കീറുക എന്ന് പറഞ്ഞാൽ കണി കണ്ടതിന് ശേഷം സദ്യക്ക് മുന്നേ, അന്ന് പശുക്കളാണല്ലോ മൂരികളാണല്ലോ കൂട്ടാൻ ഉപയോഗിക്കുക. അപ്പം പിന്നെ ഉപകരണങ്ങളെല്ലാം, കൃഷി ആയുധങ്ങളെല്ലാം തേച്ച് കഴുകി കുറി തൊട്ട് കാളേനെ കുളിപ്പിച്ച് വയലിൽ പോയി ചാല് കീറുക. ആ കീറിയ ചാലിൽ വിത്തിടുക. അത് സമൃദ്ധിയുടെ ആരംഭം. രണ്ടാമത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കൈക്കോട്ട് ചാല്. അത് പുതിയ കൈക്കോട്ടായിരിക്കും. അതും കഴുകി അതിന് കുറിയെല്ലാം തൊട്ട് പറമ്പിൻ്റെ കിഴക്ക് വടക്ക് വശത്ത് പോയി ചാല് കീറി അതിൽ നവധാന്യങ്ങളും പച്ചക്കറി വിത്തുകളും ഒരുമിച്ചിടുക. അങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷു കണി ഒരുക്കുന്നതിൽ എല്ലാവരും മുൻപന്തിയിലാണ്. എല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരുക്കും. പിന്നെ സദ്യക്കും പ്രത്യേകതയുണ്ട് വിഷുവിൻ്റെ. സദ്യ എന്ന് പറഞ്ഞാൽ ചക്കയരിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി നിർബന്ധമാണ്. കാരണം പിന്നെ ചില സ്ഥലത്ത് വിഷു കഞ്ഞിയാണ്. അത് നല്ല ഉണക്കലരി കഞ്ഞി വെച്ച് അതിൽ തേങ്ങയെല്ലാം നല്ലോണം ചിരകിയിട്ട് ചക്കയരിശ്ശേരി കൂട്ടി, അത് വാഴത്തട വട്ടത്തിൽ വെച്ച്, വാഴപ്പോള വട്ടത്തിൽ വെച്ച് അതിൽ ഇല വെച്ച് വിളമ്പി പഴുത്ത പ്ലാവില കൊണ്ട്, സാധാരണ നമ്മൾ കഞ്ഞി കുടിക്കാൻ പച്ച പ്ലാവില എടുക്കുന്നത്, പച്ച പ്ലാവിലല്ല പഴുത്ത പ്ലാവില കൂട്ടിയിട്ടാണ് കഞ്ഞി കുടിക്കുക. അതിനും ചക്കയരിശ്ശേരിയാണ് പ്രധാന വിഭവം. ഇങ്ങനെ എല്ലാവരും കൂടി പിന്നെ പുറത്തുള്ളവരെല്ലാം എത്തിച്ചേരുക, കുടുംബാംഗങ്ങളെല്ലാം ഒന്ന് ചേരുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് വിഷുവിന് ആഘോഷമായിട്ട് പറയുന്നത്. അപ്പോൾ പണ്ട് ഇങ്ങനെയാണ് വിഷു ആഘോഷിക്കൽ, ഇന്നും അങ്ങനെയാണ് കുടുംബാംഗങ്ങളിൽ ഒത്തുചേരുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് കുറേ മാറ്റങ്ങൾ വന്നു. ഇന്ന് എല്ലാം പിന്നെ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നുണ്ട്. കൊന്നപ്പൂ വരെ പൈസ കൊടുത്ത് വാങ്ങുക ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അന്നും ഇന്നും വിഷു എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും സമന്മാരാണ് എന്ന് നമ്മളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ. വിഷു എന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ. വിഷു മലയാള മാസത്തിൻ്റെ
പിറവി ദിനമാണ് നമ്മൾ വിഷുവായി എടുക്കുന്നത്. വിഷുവിനൊരു പ്രത്യേകതയുണ്ട്. രാത്രിയും പകലുമൊക്കെ തുല്യമാണ്. കൃഷിയുമായും വിഷുവിനെ ബന്ധപ്പെടുത്താറുണ്ട്. കർഷകരൊക്കെ കാർഷിക ജോലികൾ ചെയ്യുന്നതിന് വിഷുവിന് മുൻപ് ചെയ്യേണ്ട ജോലികളും വിഷുവിന് ശേഷം ചെയ്യേണ്ട ജോലികളും ഒക്കെ തരംതിരിച്ച് കൃത്യമായി ആ പ്രവൃത്തികളൊക്കെ ആരംഭിക്കുമായി. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭം എന്നുള്ള നിലയിലാണ് നമ്മൾ വിഷുവിനെ കാണുന്നത്. ആ പുതിയ ദിനത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താവണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, സങ്കല്പമല്ല, ഒരു ധാരണ തന്നെ അന്നത്തെ നമ്മുടെ തലമുറക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു ഓർമ്മതയിൽ വിഷുവിൻ്റെ ഒരാഴ്ച മുൻപേ ഒരു ഗുരുക്കൾ, നമ്മൾ അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കുന്നത്, ഗുരുക്കൾ, ജ്യോതിഷമൊക്കെ അറിയുന്ന ഒരാൾ, ആദ്യകാലത്ത് കണ്ടത് പനയുടെ ഓലയിൽ എഴുതി ഞങ്ങളുടെ കുറച്ച് വീടുകളിലാണ് അദ്ദേഹം അത് കൊണ്ടുവരിക. വിഷുവിൻ്റെ ഫലം ഇന്ന ഫലങ്ങൾ ഉണ്ടാവും വിഷുക്കണിയിൽ, കണി വെക്കേണ്ട സമയം, കണി കാണേണ്ട സമയമൊക്കെ കുറിച്ച ഒരു കുറിപ്പ് വീടുകളിൽ എത്തിക്കുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് ദക്ഷിണയും മറ്റ് കാർഷിക അരി, തേങ്ങ തുടങ്ങിയതൊക്കെ അദ്ദേഹത്തിന്, അരിയോ നെല്ലോ തേങ്ങയോ ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശമായിട്ടാണ് അന്ന് പറഞ്ഞിരുന്നത്. അത് അവർക്ക് കൊടുക്കുകയും അവർ കൊണ്ടുപോവുകയും ചെയ്യും. ഇതുപ്രകാരം അതിനകത്ത് വിത്തിറക്കേണ്ട സമയം കൂടെ പറയുമായിരുന്നു. അടുത്ത വിത്തിറക്കേണ്ടത് ഇന്ന സമയം, ഇന്ന തീയതി, ഇന്ന സമയം വിത്തിറക്കുന്നതിന് നല്ലതാണ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് പ്രകാരം കർഷകർ അത് ഫോളോ ചെയ്യുകയും ചെയ്യായിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയുണ്ട്, നമ്മൾ ചുറ്റുപാടുമുള്ള ചില ആളുകളെല്ലാം ഇപ്പോൾ നെൽകൃഷിയോ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വീട്ടിൽ വന്ന് അച്ഛനോട് എങ്ങനെയാണ്, ഏതാണ് വിത്തിറക്കാൻ പറ്റിയ സമയവും ദിവസവും ഏതൊക്കെയാണ് അദ്ദേഹം കുറിച്ച് തന്നിട്ടുള്ളത്. അവരെ വീടുകളിൽ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളെടുക്കെ വന്ന് അന്വേഷിച്ചിട്ട് പോയത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും. അപ്പോൾ അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്നു. പിന്നെ കണി എന്ന് വന്നപ്പോൾ കണി എന്ന പദത്തിൽ അർത്ഥം തന്നെ ഫസ്റ്റ്, ആദ്യത്തേത് എന്നുള്ളതാണ്. നമ്മൾ കണി കാണുന്നു. വീട്ടിലെ മുതിർന്ന ആൾ എന്ന് പറഞ്ഞാൽ അമ്മയോ അമ്മൂമ്മയോ ആരോ ആണോ. അമ്മൂമ്മക്ക് വയ്യാതായാൽ അമ്മ അത് തലേ ദിവസം രാത്രി തന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. അത് നമ്മളൊന്നും കാണാൻ പാടില്ല, നിർബന്ധമാണ്. നമ്മളെല്ലാം കിടന്നതിന് ശേഷമാണ് ചെയ്യുക, അതിന് ശേഷം അത് ചെയ്യുക. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് ബാക്കിയെല്ലാം ഒരുക്കി തയ്യാറാക്കി വെച്ച് ആ സമയത്തിന് തൊട്ട് മുൻപേ വിളക്ക് കത്തിച്ച്, വിളക്കിന് പിന്നെ 5 തിരികളിട്ട് വിളക്ക് നിറയെ നിലവിളക്ക് കത്തിച്ച് ഇതിനകത്ത് എല്ലാ വിഭവങ്ങളും ഉണ്ടോ എന്ന് പരിശോധിച്ച്, ആ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ വിഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. ധാന്യങ്ങളുണ്ട്, നവധാന്യങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, തേങ്ങയുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. പിന്നെ വെള്ളിയുണ്ട്, സ്വർണ്ണമുണ്ട്, പുതുവസ്ത്രമുണ്ട്, എല്ലാം അവിടെ ഒരുക്കി വെച്ച് കണി കാണാൻ ഏത് സമയമാണോ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഗൃഹനാഥനെ വിളിക്കുന്നു. ആദ്യം കണി കാണുന്നത് ഗൃഹനാഥനാണ്. ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ അച്ഛനെ വിളിക്കുന്നു, അച്ഛൻ കണി കാണുന്നു. അതോടൊപ്പം പിന്നെ അതിൻ്റെ മുറക്ക് അനുസരിച്ച് ചെറിയ കുട്ടികളെയാണ് പിന്നീട് കണി കാണിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. ചെറിയ കുട്ടികളെ വിളിച്ച് അടുത്ത് നിന്ന്, അമ്മ തന്നെ അടുത്ത് നിന്ന് ഓരോന്നും കാണിച്ചു കൊടുത്ത്, കണ്ണ് തുറക്കാതെ കണ്ണടച്ചാണ് വരുന്നത്. ചെറിയ കുട്ടികൾക്ക് കണ്ണ് തുണി കൊണ്ട് കെട്ടിക്കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ വന്നവരിരുത്തിയതിന് ശേഷം മാത്രം തുണി അഴിച്ച് കാണാൻ വേണ്ടി. മറ്റ് കണ്ണ് തുറക്കാതെ വരണമെന്ന് പറഞ്ഞ് ബോധത്തോടുകൂടി വരാൻ കഴിയുന്ന ആളുകളെയൊക്കെ ആ നിലയിൽ വരുത്തി അവിടെ ഇരുത്തി ഒറ്റ തുറക്കുമ്പോൾ തന്നെ വിളക്ക് അടക്കം കണ്ടു സാധനങ്ങൾ കാണണം. പിന്നെ എല്ലാം തൊട്ടു കാണിച്ച് അമ്മ പറഞ്ഞു തരുന്നത് എൻ്റെ ഓർമ്മതയിലുണ്ട്. അത് ഞങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, പിന്നെ എൻ്റെ മക്കൾക്കും അത് ആ നിലയിൽ ആദ്യകാലങ്ങളിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 2 ദിവസങ്ങളും രാവും പകലും ഒരേപോലെ വരുന്ന ഒരു സമത്വത്തിൻ്റെ സന്ദേശമാണ് വിഷു. ഇല്ലായ്മയും സമ്പന്നതയും ഒക്കെ കൂടി ചേർന്ന് ഒരു സമത്വത്തിലേക്ക് വരണം എന്നുള്ള ഉദ്ദേശമാണ് വിഷുവിനുള്ളത്. എല്ലാവരും കാണുന്നത് ഒരേ കണിയാണ്, എല്ലാ വീടുകളിലും കാണുന്നത് ഒരേ കണിയാണ്. അപ്പോൾ സമഭാവന എല്ലാ കാര്യത്തിലും, സമ്പത്തിലും ജീവിതത്തിലും നിത്യജീവിതത്തിലും ഒക്കെ ഉണ്ടാവണം. ജാതി മത ചിന്തകളൊന്നും അതിനകത്തില്ല. അതിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവണം എന്നുള്ള ഒരു സന്ദേശമാണ് വിഷു നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെ സമൃദ്ധിയുടെയും സന്ദേശമാണ് നൽകുന്നത്. വീട്ടുപറമ്പുകളെല്ലാം അന്ന് ധാരാളം മരങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് പക്ഷികൾ രാത്രിയും രാവിലെയും ഒക്കെ വന്നിരുന്ന് ശബ്ദമുണ്ടാക്കും. അപ്പോൾ വിഷുപക്ഷി എന്ന് നാം വിവക്ഷിക്കുന്ന ഒരു പക്ഷി ഉണ്ട്. അതിനെ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നീടാണ് അതേക്കുറിച്ച് ആലോചിച്ചത്, അതിൻ്റെ ശരിയാണോ അത് എന്നുള്ള ആലോചന പിന്നീടാണ് വന്നത്. ആ പക്ഷി പാടുമ്പോൾ വിത്തും കൈക്കോട്ടും ചെക്കൻ ചക്കട്ടു കൊണ്ട തിന്നോട്ടെ കണ്ടാ മിണ്ടണ്ട എന്ന് ആ പക്ഷി പാടുന്നു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സമഭാവനയാണ് ഒരു ലക്ഷ്യമാണ്. വിശക്കുന്നവനാണ് ഒരു ചക്ക പറിച്ചത്, അവനത് തിന്നോട്ടെ, അതാരോടും പറയണ്ട, അങ്ങനെ അവനെ കുറ്റപ്പെടുത്തരുത് എന്നൊരു സന്ദേശം ആ പക്ഷിയുടെ ശബ്ദത്തിൽ കൂടി നമ്മെ അറിയിക്കും. അതുകൂടി നമ്മൾ ഒരു സന്ദേശമായി എടുക്കും. അതിരാവിലെ എഴുന്നേറ്റ് അമ്മ വിളക്ക് കത്തിച്ച് കണി വെച്ച് മക്കളെയെല്ലാം ഓരോ റൂമിൽ വന്ന് മക്കളെയെല്ലാം വിളിച്ച് കണ്ണ് തുറക്കാൻ വേണ്ടി കണ്ണു മൂടിയിട്ട് പിന്നെ കണി കാണാൻ വേണ്ടിയിട്ട്
കൊണ്ടുവരും. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും കിണ്ടിയിൽ വെള്ളം ഉണ്ടാവും. വെള്ളം തൊട്ട് കണ്ണ് തുടച്ച് കണി കാണും. അതിനുശേഷം കണി കണ്ടതിന് ശേഷം പിന്നെ കൈനീട്ടം തരുക ചെയ്യുക. എല്ലാവരെയും വിളിച്ച് അമ്മേനെ ഞാൻ എല്ലാത്തിനും മുൻകൈ എടുക്കുക. അച്ഛനോട് പറഞ്ഞ് അച്ഛൻ എല്ലാവർക്കും കൈനീട്ടം തരും. അതിങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ മക്കൾ കുറേ ഉള്ളത് കൊണ്ട് ഓരോരുത്തർക്കും എനിക്കെത്രയാ തന്നെന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒരേ നാണയം തന്നെയാണ് അച്ഛൻ കൊടുക്കുക. അതുകൊണ്ട് ആ കൈനീട്ടം കിട്ടിയ പൈസയെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കും. അടുത്ത വിഷു വരെ വിഷുവിനടുത്ത് ഒരു തെയ്യം ഉണ്ട് അവിടെ. ആ തെയ്യത്തിന് വേണ്ടിയിട്ട് ആ തെയ്യം വരെ നമ്മൾ ചില പൈസ തന്ന കൈനീട്ടം കരുതി വെക്കും. പിന്നെ അന്നേരം വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത വിഷു ആകുന്നവരെ അടുത്ത തെയ്യത്തിനും പോകണമല്ലോ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഓരോ കൊല്ലവും വിഷുവിന് വേണ്ടി കാത്തിരിക്കും. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. നമുക്ക് മലയാളികൾക്ക് ഓണം വിഷു എന്നൊക്കെ പറഞ്ഞാൽ മുൻപ് അത് വലിയൊരു ആഘോഷമായിരുന്നു. ഇന്ന് നമുക്ക് ആലോചിച്ചാൽ എല്ലാ ദിവസവും ഓണം വിഷു തന്നെയാണ് എല്ലാവർക്കും. പക്ഷേ മുൻപ് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരു വിഷു അല്ലെങ്കിൽ ഓണം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ അന്ന് വലിയൊരു ആഘോഷമാണ്. കാരണം വയറ് നിറച്ച് ഭക്ഷണം, എല്ലാവരും ബന്ധുക്കളൊക്കെ ഒന്നിച്ച് കാണാം. പിന്നെ അത് മാത്രമല്ല, അന്നത്തെ വിഷു എന്ന് പറയുന്നത് രാവിലെ കൃത്യ ഒരു സമയമുണ്ടാവും. ആ മുഹൂർത്തത്തിൽ കണി കാണണം എന്ന് പറയും. അപ്പോൾ 4-4:30 മണിക്കൊക്കെ ആയിരിക്കും കണി കാണേണ്ടത്. ആ സമയത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ എഴുന്നേറ്റാൽ വീട്ടിൽ മുതിർന്നവർ ആരെങ്കിലും നമ്മുടെ കണ്ണടച്ച് പിടിച്ചിട്ടാണ് കണി കാണാൻ കൂട്ടിക്കൊണ്ടുവരിക. അത് കണി കാണുക എന്ന് പറഞ്ഞാൽ നിറഞ്ഞ വിളക്ക്, നിറഞ്ഞ അരി, എല്ലാ പഞ്ചദ്രവ്യങ്ങളും, പൂവ്, സ്വർണം, വെള്ളി, അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഫോട്ടോ അന്ന് പ്രധാനമായിരുന്നു. കൃഷ്ണൻ്റെ ഫോട്ടോ ആ കണി കാണുന്നതിൽ കൂട്ടത്തിലുണ്ടാവും. അതുപോലെ കൂടി വസ്ത്രം, ചക്ക, മാങ്ങ, തേങ്ങ, പച്ചക്കറികൾ എല്ലതും ഉണ്ടാവും. അപ്പോൾ ആ നിറഞ്ഞ കണി കാണുക എന്നുള്ളത് അന്ന് നമുക്കൊക്കെ വലിയൊരു ആഹ്ലാദമായിരുന്നു. ആ കണി കണ്ട ഉടനെ തന്നെ വീട്ടിലെല്ലാവരും കണി കണ്ടാൽ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നൊരു കാര്യം, നമ്മൾ അന്ന് എല്ലാ വീട്ടിലും പശുക്കളുണ്ടാവും. നമ്മൾ കണ്ട അതേ കണിയുടെ സാധനങ്ങൾ നിലവിളക്കടക്കം എടുത്തിട്ട് നമ്മൾ ആലയിൽ പോവും. പശുക്കളൊക്കെ കിട്ടുന്നത് ആലയിൽ പോയി പശുക്കൾക്ക് കണി കാണിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സഹജീവികളോടുള്ള നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നതാണ്. അതുപോലെ കൃഷി തുടങ്ങേണ്ടത് മേടമാസം 1 കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ വിത്തിടാൻ വേണ്ടിയുള്ള ആരംഭം കുറിക്കുന്നതാണ്. അങ്ങനെ വിഷു എന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് വലിയ ഒരു ഓർമ്മ തന്നെയായിരുന്നു. ഈ വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട്. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും. ഈ വിഷുദിനത്തിൽ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. മീനം മേടം മാസം ആവുമ്പോഴേക്കും നമ്മുടെ പ്രകൃതി തന്നെ ഒരു വിഷുക്കണിയായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും നമുക്ക് പൂത്ത കൊന്നമരങ്ങൾ കാണാം, ഫലവൃക്ഷങ്ങൾ ഞാന്ന് നിൽക്കുന്ന മാവുകൾ കാണാം. അങ്ങനെ നമ്മുടെ ചുറ്റും ഒരു വിഷുക്കണി ഒരുക്കി നിൽക്കുന്ന ഒരു കാലമാണ് ഈ മേടമാസമാകുമ്പോഴേക്കും. വിദ്യാലയങ്ങളിൽ പരീക്ഷയൊക്കെ അവസാനിച്ചു, കുട്ടികൾ പഠനഭാരമൊക്കെ ഇറക്കി വെച്ച് സന്തോഷിച്ച് കഴിയുന്ന അവസരത്തിലാണ് വിഷു നമ്മുടെ മുന്നിൽ സമാഗതമാകുന്നത്. വിഷു ദിവസം രാവിലെ വീട്ടിൽ പ്രായമായ അമ്മ കണിയൊരുക്കുന്നു. സമീപത്തെല്ലാം കാണുന്ന ഫലവൃക്ഷങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ, ഇവയൊക്കെയാണ് നമ്മുടെ കണിയായിട്ട് വെക്കുന്നത്. ഉണർന്നു വരുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് കണി. നമ്മുടെ മുന്നിൽ പ്രകൃതി തന്നെ ഒരു കണിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അമ്മ രാവിലെ കുട്ടികളെ കണ്ണുപൊത്തി കണി കാണുന്നതിന് കണിവെച്ച ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കുട്ടിയെ അവിടെ ഇരുത്തി കൈ മാറ്റി കുട്ടി പെട്ടെന്ന് കണി ദർശിക്കുന്നു. അവിടെ കാണുന്നത് എന്തെല്ലാമാണ്?
നമ്മുടെ പ്രതിരൂപം കാണാനുള്ള കണ്ണാടി, ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം, കണിക്കൊന്ന പൂക്കൾ, മാങ്ങക്കുലകൾ, പുതുവസ്ത്രം, സ്വർണം, തളികയിൽ അല്ലെങ്കിൽ ഉരുളിയിൽ, പുതുക്കലത്തിൽ അരി, ഇങ്ങനെ പലതും നമുക്ക് കണി കാണാൻ സാധിക്കും. അവിടെ കണി ഒരുക്കിയിരിക്കുന്നതിൽ ഒരു ഭക്ഷ്യവസ്തുവുണ്ട്, നെയ്യപ്പം. അന്ന് രാവിലെ അമ്മ നെയ്യപ്പം ഒരുക്കി കണി വെക്കും. കുട്ടികൾ കണി കണ്ട ഉടനെ തന്നെ നെയ്യപ്പം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. കഴിഞ്ഞതിന് ശേഷം കൈനീട്ടം നൽകുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കൈനീട്ടം നൽകുന്നത് മുതിർന്ന കാരണവരാണ്. ഇതിന് ശേഷമാണ് തലേന്നേ സംഭരിച്ചു വെച്ച പടക്കങ്ങളുടെ രംഗപ്രവേശം. കുട്ടികളാണെങ്കിൽ അധികം ഉച്ചത്തിൽ പൊട്ടാത്ത പൂക്കുറ്റി, നെൽച്ചക്രം, കമ്പിത്തിരി ഇവയാണ് കുട്ടികൾ ഉപയോഗിച്ച് ആഹ്ലാദിക്കുന്നത്. ആ പുലർവേളയിൽ സൂര്യൻ ഉദിച്ചു വരുന്ന അവസരത്തിൽ മറ്റൊരു പൂരപ്രകാശമാണ് നമ്മുടെ മുന്നിൽ അണിനിരക്കുന്നത്. വലിയവരാണെങ്കിൽ നല്ല ഉച്ചത്തിൽ പൊട്ടുന്ന വലിയ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആഹ്ലാദിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം ചിലവരെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ദർശനത്തിന് പോകും. ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന കണി കണ്ട് അവർ അവിടുന്ന് മേൽശാന്തിയിൽ നിന്നും പുതു കൈനീട്ടം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. അന്ന് അത് മിക്കവാറും ഇന്നത്തെ കാലത്ത് നമുക്ക് നോൺ വെജ് മാത്രമല്ല വെജും അതിൻ്റെ കൂടെ കാണാം. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല വെജ് ഭക്ഷണം മാത്രമായിരുന്നു. ഇന്ന് അതിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ ഈ ആഘോഷം നമ്മുടെ മനസ്സിന് കാർഷിക സംസ്കൃതിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പടിവാതിലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ വിഷു കണി കണ്ടതിന് ശേഷം ഒരു പിടി നെല്ല് വാരി തൊട്ടടുത്ത വയലിലേക്ക് പോകും. അവിടെ ഒരു ഭാഗത്ത് കുറച്ച് നിലം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ആ പിടിവിത്തിടുക എന്നുള്ളൊരു ചടങ്ങ് നടത്തുന്നു. ആ പിടിവിത്തിട്ട് കഴിഞ്ഞാൽ കൃഷിക്കിറങ്ങാനുള്ള തുടക്കമായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അന്നത്തെ ആ കാലവും ഇന്നത്തെ കാലവും ഏറെ വ്യത്യാസമുണ്ട്. അന്ന് നമ്മൾ കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷി നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത നമ്മുടെ ഒരു ജീവിതമാർഗം കൂടിയായിരുന്നു. ഇന്നതിന് മാറ്റം വന്നു. കൃഷിയിൽ നിന്നും മനുഷ്യനാകുന്ന പല മേഖലയിലേക്ക് തിരിഞ്ഞു. എന്നാലും നമ്മുടെ ഉള്ളിലെല്ലാം ഈ വിഷു എന്നുള്ള സങ്കല്പം ഒരു നല്ല ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഇന്നും നിലനിൽക്കുന്നു. എല്ലാവർക്കും സന്തോഷം തരുന്ന, നിങ്ങൾ കണി ദർശിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കണി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്നല്ല, ഇരട്ടയായിരിക്കും. തേങ്ങ ഇരട്ടയായി വെക്കും, ചക്ക മുറിച്ച് രണ്ടായിട്ട് വെക്കും, മാങ്ങ കുലയോടെ വെക്കും. അങ്ങനെ പല ഫലങ്ങളും ഒന്നായിട്ട് വെക്കുന്ന പരിപാടിയല്ല, പലതായിട്ട്, അല്ല രണ്ടോ അതിൽ കൂടുതലായിരിക്കും. ഇത് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. പ്രകൃതി തന്നെ നൽകുന്ന ഒരു സന്ദേശമാണ്. നമ്മൾ ഒറ്റക്കായിട്ടല്ല ജീവിതത്തിലുള്ളത്, നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ആ കൂട്ടായ്മയുടെ സന്ദേശമാണ് ഈ വിഷു നമുക്ക് പകർന്നു തരുന്നത്. ഈ വിഷു ദിവസം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ, വിഷുവാശംസകൾ ഞാൻ ഏവർക്കും നൽകുന്നു. വിഷുവിൻ്റെ ഐതിഹ്യവും കഥകളുമൊന്നും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയണമെന്നില്ല. എന്നാൽ അതൊന്നും അവരുടെ വിഷു ആഘോഷത്തിൻ്റെ ആവേശം തീരെ കുറക്കുന്നുമില്ല. So in Vishu, there's this thing called Vishukani, where the parents wake up early to decorate the house, to make the velaka and everything, and then the kids, they wake up later, and then when they go through the house, the parents, they will shut their eyes, and then they'll show them the velaka and the Vishukani and everything, and it'll be a very magical moment. Elakum Vishu Asafsagal. Happy Vishu to all! ഇനി മയിൽ ഹൈവിഷൻ്റെ ഗാനതരംഗിണി ആർക്കൈവ്സിലെ ചില ഗാനങ്ങൾ.
ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ പെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ പെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ബാലസ്ത്രീകളെ തുകിലും വാരി കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരു ശീലക്കേടുകൾ പറഞ്ഞും കാണിച്ചും നീലക്കാർ വന്ന പണി കാണാൻ. ഇവിടെ ഗോവിന്ദനരികെ വന്നോരു പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും
വിഷു സ്പെഷ്യൽ നാടകം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നാടകത്തിൻ്റെ വിഷു ആശംസകൾ.